ഇതാണ് എൻ്റെ സൂപ്പർ ഹീറോ, എൻ്റെ അപ്പൻ, എൻ്റെ ആദ്യത്തെ പ്രണയം. എല്ലാ പെൺകുട്ടികളെയും പോലെ എൻ്റെ അപ്പനെ പോലെ ഒരാളായിരിക്കണം എൻ്റെ ജീവിത പങ്കാളി എന്ന് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു കൊണ്ട് കേട്ടോ. അങ്ങനെ ഒരാളെ തന്നെ എനിക്ക് കിട്ടിയതും അങ്ങനെ ആഗ്രഹിക്കാൻ കുറേ കാരണങ്ങളുണ്ട്. പുള്ളി ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ചിൽ മോഡാണ്. ഒരു ക്യാപ്റ്റൻ കൂൾ അറ്റ്മോസ്ഫിയറാണ് പുള്ളി തരുന്നത്. പുള്ളിക്ക് മെയിൽ ഈഗോസ് ഇല്ല. എല്ലാവരും ഒരുപോലെ, ആണും പെണ്ണും പട്ടിയും പൂച്ചയും ഉറുമ്പും കാക്കയും എല്ലാവരും ഒരുപോണോ പുള്ളിക്ക്. പണ്ട് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, ഒരു 36 കൊല്ലങ്ങൾക്ക് മുമ്പ്, അപ്പൻ ഡൽഹിയിൽ TVI സാമ്രാട്ടിലെ ക്യാമറാമാനായിരുന്നു. അത്യാവശ്യം നല്ല പൊസിഷനും ഒരു 10-15,000 രൂപ മന്ത്ലി സാലറി ഉണ്ടായിരുന്നു. അന്ന് 15,000 വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയി എനിക്കൊരു 5-6 വയസ്സായപ്പോഴത്തേക്ക് അപ്പൻ ആ ജോലി കിട്ടിയേണ്ടി വന്നു. കാരണം ആർക്ക് ശമ്പളം കൊടുക്കാനില്ലാതെ എല്ലാ എംപ്ലോയീസിനെയും പറഞ്ഞു വിട്ടു. അങ്ങനെ അപ്പം ദൂരദർശനിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഇല്ല എന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സും കുസ്തിയായിരുന്നു. എൻ്റെ അപ്പന് ജോലി കിട്ടിയില്ല. ഞാനുണ്ട്, മമ്മിയുണ്ട്, എൻ്റെ അനിയനുണ്ട്. വലിയ ബാക്കപ്പോ സാമ്പത്തികപരമായ ഒന്നും ഇല്ലാതിരുന്ന ഞങ്ങൾ എല്ലാവരും ആകാശത്തോട്ട് നോക്കി വിജൃംഭിച്ച് ചെയ്യുന്നപ്പം ഇതൊക്കെ എന്ത്, ഇതിലും വലുത് ചാടിക്കിടന്നവനായി ഞാനെന്നും പറഞ്ഞിട്ട് ഒരു തൂമ്പയെടുത്ത് കൂലിക്കിറങ്ങി അപ്പൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പണി ചെയ്ത് ശീലമില്ലാതിരുന്ന അപ്പൻ, പണി ചെയ്ത് ശീലമില്ലായ്ക മീൻസ് ഇങ്ങനെയുള്ള പണി ചെയ്ത് ശീലമില്ലാതിരുന്ന അപ്പൻ്റെ കൈയും തോളും ഒക്കെ പൊട്ടി വന്ന് അപ്പനകത്ത് ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ചൂടുവെള്ളമൊക്കെ പിടിച്ച് നിൽക്കുമ്പോഴും മുഖത്ത് ഞാൻ തളർച്ച കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ഒരു വലുതൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പനോട് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അപ്പന് വിഷമം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? ഞാൻ ആരെയും കട്ടും മോഷ്ടിച്ചും ആരെയും പിടിച്ചു കുറച്ചും പറ്റിച്ചും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന, അതിനകത്ത് ഇപ്പോൾ ആരാണ് നമ്മൾ കുറ്റം പറയുക? നമ്മുടെ കാര്യം നമ്മൾ നോക്കുന്നു, ആരോടാണ് നമുക്ക് പരാതി പറയാനുള്ളതെന്ന്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, അപ്പനെ ഒന്നിനും അടിമപ്പെടുത്താൻ പറ്റില്ല, ഒന്നിനും അപ്പനെ സ്വാധീനിക്കാനും പറ്റില്ല. അപ്പനെല്ലാം നേടിയാലും അത് നഷ്ടപ്പെടുമ്പോഴും അപ്പന് വിഷമമില്ല. കാരണം അപ്പ അതിലൊന്നും അടിമപ്പെട്ടിട്ടില്ല. അപ്പനത് വീണ്ടും നേടാനുള്ളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റുണ്ട്. അതാണ് അപ്പൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവമായി ഞാൻ കണ്ടത്. എൻ്റെ കല്യാണ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പം അപ്പൻ എന്നോട് ഒരിക്കൽ പോലും ചോദിച്ചില്ല, മോളെ അവൻ്റെ ജാതി ഏതാ, അവൻ്റെ മതം ഏതാ, അവൻ ഏതാ കമ്മ്യൂണിറ്റി എന്നൊന്നും. ആകെ ഒരേ ഒരു ചോദ്യം ചോദിച്ചു, അവൻ നല്ലൊരു മനുഷ്യനാണോ എന്ന്. ഞാൻ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും രാത്രി ബൈബിൾ വായിക്കുന്നതും എല്ലാ ഞായറാഴ്ച മുടങ്ങാതെ പള്ളിയിൽ പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്കൊരു കാര്യം വ്യക്തമായത് എന്താണെന്നറിയാമോ? ദൈവത്തെ നന്നായി അറിഞ്ഞവനെ മനുഷ്യനെ നന്നായി അറിയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം അഭിനയമല്ലേ ഒരുവിധം. ജാതിയും മതവും നിറവും സൗന്ദര്യവും ഒക്കെ പറയുന്ന ഒരുവിധം അഭിനയമാണ്. അപ്പം പലരെയും സഹായിച്ചിട്ടുണ്ട്, പലരും തിരിച്ച് നല്ല പണി കൊടുത്തിട്ടുണ്ട്. അവരോടൊന്നും ആരോടും ഒരു പരാതിയോ പരിഭവവും ഇല്ല. അപ്പൻ്റെ ഒറ്റ ഡയലോഗേ ഉള്ളൂ, മോളെ ഈ ശ്വാസം നിന്നാൽ തീർന്നില്ലയോ എല്ലാം, പിന്നെ ഇതൊക്കെ എവിടെ കൊണ്ടുപോകാനാ, അതുവരെ ഉള്ളതൊക്കെ അങ്ങ് ജീവിച്ച് തീർക്കണം. ഇതാ നമ്മളെ ഫ്ലാറ്റ് ആക്കുന്ന ഡയലോഗ്. അപ്പൻ എന്ത് നേടി എന്ന് ചോദിച്ച പലരും ഉണ്ട്. നീ എന്തുണ്ടാക്കി, എത്ര നാളായി നീ കഷ്ടപ്പെടുന്നു എന്നൊക്കെ. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, അപ്പൻ ഞങ്ങളുടെ എല്ലാ സൂപ്പർ ഹീറോയാണ്. അതിവല്ലത് വേണോ? നമ്മുടെ ജീവിതത്തിൽ ഒരാടെയെങ്കിലും സൂപ്പർ ഹീറോ ആയാൽ പോരെ. എൻ്റെ തമ്പുവിൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും. ഞാൻ കണ്ട ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ, ഏറ്റവും വലിയ മോട്ടിവേറ്റർ, ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ, ഏറ്റവും വലിയ മനുഷ്യസ്നേഹി, ഇതിലെല്ലാം ഉപരി ദൈവത്തെ നന്നായി അറിയാവുന്ന വ്യക്തി. ഇതൊക്കെ പോരെ ഒരു സൂപ്പർ ഹീറോയ്ക്ക്, അല്ലേ? എനിക്ക് തോന്നുന്നു ഇത്രയും ഇല്ല സൂപ്പർ ഹീറോയ്ക്ക്. എൻ്റെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ